ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് ജെൻഡർ സ്റ്റഡീസ്. അതിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. ജെൻഡർ എന്നത് ജൈവികമായ ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് സമൂഹം നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ് എന്നാണ് ഈ ഒരു ആശയത്തിൽ പറയുന്നത്. ജനിക്കുമ്പോൾ ലഭിക്കുന്ന ശാരീരികമായ പ്രകൃതികൾക്കപ്പുറം സമൂഹം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓരോ പ്രത്യേക സ്വഭാവങ്ങളും റോളുകളും കൽപ്പിച്ച് നൽകുന്നുണ്ട്. ഈ കൽപ്പനകളാണ് ലിംഗപരമായ പെരുമാറ്റ രീതിയെയും സ്വത്വങ്ങളെയും രൂപപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, ആൺകുട്ടികൾ കരുത്തുള്ളവരാണെന്നും ധീരന്മാരാണെന്നും പെൺകുട്ടികൾ മൃദുലരും സ്നേഹമുള്ളവരുമാണെന്നും ഈ രീതിയിൽ സമൂഹം ഒരു രീതികൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈ പ്രതീക്ഷകൾ കുട്ടികളുടെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവരുടെ കളിപ്പാട്ടങ്ങളുടെ തിരഞ്ഞെടുപ്പ്, വസ്ത്രങ്ങൾ, കളികൾ ഇവയിലൂടെ ഈ ജെൻഡർ റോളുകൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജെൻഡർ റോളുകൾ കലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്ത് സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയും പുരുഷന്മാർ പുറം ലോകത്ത് ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ത്രീകൾ എല്ലാ മേഖലകളിലും പുരുഷന്മാർക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ജെൻഡർ റോളുകളെക്കുറിച്ചുള്ള ഈ മാറ്റങ്ങൾ ജെൻഡർ ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്ന വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. എന്താണ് ബ്ലാക്ക് ഫെമിനിസം എന്ന് പറഞ്ഞാൽ? ബ്ലാക്ക് ഫെമിനിസം എന്നത് വർണ്ണവിവേചനവും ലിംഗവിവേചനവും ഒരേപോലെ അനുഭവിക്കുന്ന കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളുടെ അനുഭവങ്ങളെയും ആവശ്യങ്ങളെയും കേന്ദ്രീകരിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ചിന്താധാരയാണ്. ഫെമിനിസ്റ്റുകൾ സ്ത്രീകളുടെ പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ബ്ലാക്ക് ഫെമിനിസ്റ്റ് വർണ്ണവിവേചനവും ലിംഗവിവേചനവും ഒരുപോലെ അനുഭവിക്കുന്ന തങ്ങളുടെ പ്രത്യേകമായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അടിമത്തം, ദാരിദ്ര്യം, വിദ്യാഭ്യാസക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കറുത്ത സ്ത്രീകളെ കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഈ പ്രശ്നങ്ങളെ അവയെ എടുത്തു കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നുണ്ട്. ബ്ലാക്ക് ഫെമിനിസ്റ്റ് അവരുടെ ശബ്ദമുയർത്തുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഫെമിനിസത്തെ കൂടുതൽ ഉൾക്കൊള്ളുന്നതും വൈവിധ്യപൂർണവുമാകുന്നു. എല്ലാ സ്ത്രീകളുടെയും അനുഭവങ്ങൾ പരിഗണിക്കാതെ ഫെമിനിസം പൂർണ്ണമാകില്ല എന്ന് ബ്ലാക്ക് ഫെമിനിസം വാദിക്കുന്നുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ജെൻഡർ പെർഫോമറ്റിവിറ്റി തിയറി. ജെൻഡർ പെർഫോമറ്റിവിറ്റി തിയറി ജൂഡിത്ത് ബട്ട്ലർ എന്ന തത്വചിന്തക അവതരിപ്പിച്ച ഒരു ആശയമാണ്. ജെൻഡർ എന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സ്ഥിരമായ ഒരു സ്വത്വമല്ല, മറിച്ച് ആവർത്തിച്ചുള്ള പ്രകടനങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ് എന്നാണ് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തി തൻ്റെ ലിംഗപരമായ സ്വത്വം രൂപീകരിക്കുന്നത്. ഉദാഹരണത്തിന്, സ്ത്രീകൾ പൊതുവെ ധരിക്കുന്ന വസ്ത്രങ്ങൾ, സംസാരിക്കുന്ന രീതി, പെരുമാറ്റം ഇവയെല്ലാം സ്ത്രീത്വത്തിൻ്റെ പ്രകടനങ്ങളാണ്. ഈ പ്രകടനങ്ങളിലൂടെയാണ് സമൂഹം സ്ത്രീകളായിട്ട് അംഗീകരിക്കുന്നത്. ജെൻഡർ പെർഫോമൻസ് തിയറി ലിംഗപരമായ റോളുകളെയും സ്വത്വങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ജെൻഡർ എന്നത് ഒരു സ്ഥിരമായ യാഥാർത്ഥ്യമല്ലെന്നും അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും ഈ സിദ്ധാന്തം വാദിക്കുന്നുണ്ട്. ട്രേസ് ദ ഒറിജിൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഫെമിനിസം. ഫെമിനിസം എന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും തുല്യതയ്ക്കും വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇതിൻ്റെ ഉത്ഭവം 18ാം നൂറ്റാണ്ടിലാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങി. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ശക്തമായി. ഫെമിനിസത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഇവയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശങ്ങളുണ്ടായിരിക്കണം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ തുല്യ അവസരങ്ങൾ ലഭിക്കണം. സ്ത്രീകളുടെ ശരീരത്തെയും ലൈംഗികതയെയും നിയന്ത്രിക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ടായിരിക്കണം. ജെൻഡർ സ്റ്റീരിയോടൈപ്പുകൾ തകർക്കണം. ഫെമിനിസം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ വോട്ടവകാശത്തിന് വേണ്ടിയാണ് പോരാടിയത്. 2ാം ഘട്ടത്തിൽ സ്ത്രീകൾ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ തുല്യത അവകാശപ്പെട്ടു. 3ാം ഘട്ടത്തിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്പുകളെയും ജെൻഡർ റോളുകളെയും ചോദ്യം ചെയ്തു. ഫെമിനിസത്തിന് പല ശാഖകളുണ്ട്. ലിബറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, സോഷ്യലിസ്റ്റ് ഫെമിനിസം ഇവയൊക്കെ ഇതിൽപ്പെട്ടതാണ്. ലിംഗപരമായ അസമത്വങ്ങൾ ഇല്ലാതാക്കുക, സ്ത്രീകൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഇവയാണ് ഫെമിനിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് വുമൺ ഇമേജസ് ആൻഡ് ഐഡിയാസ് ഇൻ ഇൻഡസ് സീൽസ്. സിന്ധു നദീതട സംസ്കാരത്തിലെ മുദ്രകളിൽ സ്ത്രീകളുടെ രൂപങ്ങൾ പല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ചില മുദ്രകളിൽ സ്ത്രീകളെ ദേവതമാരായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ചില മുദ്രകളിൽ സ്ത്രീകളെ മാതൃദേവതമാരായും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളെ പ്രത്യുൽപാദന ശേഷിയുള്ളവരായിട്ടും
ചിത്രീകരിക്കുന്നുണ്ട്. സിന്ധു മുദ്രകളിലെ സ്ത്രീ രൂപങ്ങളിൽ നിന്ന് അന്നത്തെ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നുവെന്നും അവർക്ക് മതപരമായ പ്രാധാന്യമുണ്ടായിരുന്നുവെന്നും ഈ മുദ്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. സിന്ധു മുദ്രകളിലെ സ്ത്രീ രൂപങ്ങൾ അന്നത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചും സൂചനകൾ നൽകുന്നുണ്ട്. സ്ത്രീകൾ ആഭരണങ്ങൾ ധരിച്ചിരുന്നു എന്നും അവർക്ക് പ്രത്യേക വസ്ത്രധാരണ രീതികൾ ഉണ്ടായിരുന്നുവെന്നും ഈ മുദ്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. സിന്ധു മുദ്രകളിലെ സ്ത്രീ രൂപങ്ങൾ അന്നത്തെ സ്ത്രീകളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചും സൂചനകൾ നൽകുന്നുണ്ട്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ പ്രത്യേക റോളുകൾ ഉണ്ടായിരുന്നുവെന്നും അവർക്ക് മതപരമായ ചടങ്ങുകളിൽ പങ്കുണ്ടായിരുന്നുവെന്നും ഈ മുദ്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ഇന്ത്യൻ പീനൽ കോഡ് 1860. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാന നിയമമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1860 മെക്കാളെ പ്രഭുവാണ് ഈ നിയമം രൂപീകരിച്ചത്. ഈ നിയമത്തിൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അവയുടെ ശിക്ഷയെക്കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. IPCയിൽ കൊലപാതകം, മോഷണം, ബലാത്സംഗം, തട്ടിപ്പ് തുടങ്ങിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അവയുടെ ശിക്ഷകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ നിയമം ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ്. IPCയിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ ശിക്ഷ നൽകുന്നതിനായി നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വാട്ട് ഈസ് ഹോമോസെക്ഷുവാലിറ്റി? സ്വവർഗ ലൈംഗികത എന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ അതേ ലിംഗത്തിൽപ്പെട്ട വ്യക്തിയോട് തോന്നുന്ന ലൈംഗികവും വൈകാരികവുമായ ആകർഷണമാണ്. അത് ഭിന്നലിംഗാനുരാഗം, ഉഭയലൈംഗികത, അലൈംഗികത എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈംഗിക ആഭിമുഖ്യമാണ്. 19ാം നൂറ്റാണ്ട് അവസാനത്തിൽ കാൾ മരിയ കർബനി എന്ന ഹംഗേറിയൻ സൈക്കോളജിസ്റ്റാണ് സ്വവർഗാനുരാഗം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ചരിത്രപരമായ പല സമൂഹങ്ങളിലും സ്വവർഗാനുരാഗം നിയമവിരുദ്ധവും ധാർമ്മികമായി തെറ്റുമായിട്ട് കണക്കാക്കുന്നതാണ്. എന്നാൽ 20ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്വവർഗാനുരാഗം സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ആഭിമുഖ്യത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾ, വിവാഹം, ദത്തെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇപ്പോഴും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. LGBTQ+ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്വവർഗാനുരാഗികൾ. ക്യൂർ എന്നത് ജെൻഡർ ന്യൂനപക്ഷങ്ങളെ പൊതുവായി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്ന പ്രസ്ഥാനങ്ങൾ ലോകമെമ്പാടും നിലനിൽക്കുന്നുണ്ട്. സ്വവർഗാനുരാഗികളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിസ്കസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് സെക്ഷൽ മൈനോറിറ്റീസ്. സെക്ഷൽ മൈനോറിറ്റീസ് അതായത് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്വയർ വ്യക്തികൾ ലോകമെമ്പാടും വിവിധ സംഘടനകളിലൂടെ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്. ചരിത്രപരമായി ഈ വിഭാഗത്തിൽപ്പെട്ടവർ സമൂഹത്തിൽ നിന്നും അവഗണനയും വിവേചനവും നേരിട്ടിട്ടുണ്ട്. നിയമപരമായും സാമൂഹികമായും അവർക്ക് പല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ അവകാശങ്ങൾക്കായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ തീരുമാനിച്ചത്. വിവേചനത്തിനെതിരായ പോരാട്ടം, നിയമപരമായ അവകാശങ്ങൾ നേടിയെടുക്കൽ, സ്വയം നിർണയാവകാശം ഉറപ്പാക്കൽ എന്നിവയാണ് ഈ സംഘടനകളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണയും സഹായം നൽകുക, സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക, സുരക്ഷിത ഇടങ്ങൾ ഒരുക്കുക തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഈ സംഘടനകൾ സജീവമാണ്. നിയമപരമായ ഇടപെടലുകൾ, ബോധവൽക്കരണ നടപടികൾ, പിന്തുണ നൽകൽ എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. വിവേചനപരമായ നിയമങ്ങൾക്കെതിരെ കോടതികളിൽ പോരാടുക, ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയ നിയമപരമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇത്തരം സംഘടനകൾ. സെമിനാറുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ച് സമൂഹത്തിന് അവബോധം സൃഷ്ടിക്കുക, ഹെൽപ്പ് ലൈനുകളും കൗൺസിലിംഗും നൽകി മാനസിക പിന്തുണ ആവശ്യക്കാർക്ക് നൽകുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ. റൈറ്റ് എ നോട്ട് ഓൺ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ലിംഗവിവേചനം എന്നത് ഒരു വ്യക്തിയുടെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് കാണിക്കുന്ന വിവേചനപരമായ പെരുമാറ്റമാണ്. ഇത് സാമൂഹികം, സാമ്പത്തികം, നിയമപരം എന്നിങ്ങനെ വിവിധ തലങ്ങളിലുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കുറഞ്ഞ സാമൂഹിക അംഗീകാരം നൽകുക, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ നിഷേധിക്കുക, വീട്ടുജോലികൾക്കും കുട്ടികളെ നോക്കുന്നതിനും മാത്രം പരിമിതപ്പെടുത്തുക, ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയവ സാമൂഹിക വിവേചനത്തിൻ്റെ ഭാഗമാണ്. ഒരേ ജോലിക്ക് സ്ത്രീകൾക്ക് കുറഞ്ഞ വേതനം നൽകുക, സാമ്പത്തിക സ്വാതന്ത്ര്യം നിഷേധിക്കുക, സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നിവ സാമ്പത്തിക വിവേചനത്തിൽ ഉൾപ്പെടുന്നതാണ്. നിയമപരമായ അവകാശങ്ങൾ കുറയ്ക്കുക, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അംഗീകാരം നൽകാതിരിക്കുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നിവ നിയമപരമായ വിവേചനത്തിൻ്റെ ഭാഗമാണ്. ലിംഗവിവേചനം സമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വ്യക്തിപരമായ വളർച്ചയെയും സമൂഹത്തിൻ്റെ പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. ഡിസ്കസ് ദ കൺസെപ്റ്റ്സ് ആൻഡ് പ്രാക്ടീസ് ഓഫ് പാട്രിയാർക്കി ആൻഡ് മാട്രിയാർക്കി.
പുരുഷാധിപത്യം എന്നത് പുരുഷന്മാർക്ക് സമൂഹത്തിൽ കൂടുതൽ അധികാരവും സ്വാധീനവും നൽകുന്ന സാമൂഹിക വ്യവസ്ഥയാണ്. കുടുംബം, രാഷ്ട്രീയം, സാമ്പത്തികം തുടങ്ങിയ എല്ലാ മേഖലകളിലും പുരുഷന്മാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്ത്രീകളെ പുരുഷന്മാരെ അപേക്ഷിച്ച് താഴ്ന്ന സ്ഥാനത്ത് നിർത്തുന്നുണ്ട്. ലോകത്തിന്റെ ഭൂരിഭാഗം സമൂഹങ്ങളിലും പുരുഷാധിപത്യം നിലനിൽക്കുന്നുണ്ട്. സ്ത്രീ മേധാവിത്വം എന്നത് സ്ത്രീകൾക്ക് സമൂഹത്തിൽ കൂടുതൽ അധികാരവും സ്വാധീനവും നൽകുന്ന സാമൂഹിക വ്യവസ്ഥയാണ്. കുടുംബം, രാഷ്ട്രീയം, സാമ്പത്തികം തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. പുരുഷന്മാരെ സ്ത്രീകളെ അപേക്ഷിച്ച് താഴ്ന്ന സ്ഥാനത്ത് നിർത്തുന്നു. ചരിത്രപരമായ ചില സമൂഹങ്ങളിൽ സ്ത്രീ മേധാവിത്വം നിലനിന്നിരുന്നുവെന്നും ഇന്ന് വളരെ കുറച്ച് സമൂഹങ്ങളിൽ മാത്രമേ ഇത് നിലനിൽക്കുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. പുരുഷാധിപത്യം സമൂഹത്തിൽ വലിയ അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് തുല്യമായ അവസരങ്ങൾ നൽകാനും പുരുഷാധിപത്യം ഇല്ലാതാകേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീ മേധാവിത്വം സമൂഹത്തിൽ അസമത്വങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും സ്ത്രീകളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക ഒരു സാമൂഹിക വ്യവസ്ഥയായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. ഈ രണ്ട് സാമൂഹിക വ്യവസ്ഥകളും അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. തുല്യതയും നീതിയും ഉറപ്പാക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ ലിംഗവിവേചനം ഇല്ലാതാക്കുകയും തുല്യമായ അവകാശങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ജെൻഡർ പെർഫോമറ്റിവിറ്റി തിയറി. ജൂഡിത്ത് ബട്ട്ലർ അവതരിപ്പിച്ച ജെൻഡർ പെർഫോമൻസ് തിയറി ജെൻഡർ എന്നത് ഒരു ആന്തരിക ഐഡന്റിറ്റി അല്ല, മറിച്ച് ആവർത്തിച്ചുള്ള പ്രകടനങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് വാദിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രകടനം, ജെൻഡർ എന്നതൊരു പ്രവർത്തനമാണ്. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. വസ്ത്രധാരണം, സംസാരം, പെരുമാറ്റം എന്നിവയിലൂടെ ജെൻഡർ ഐഡന്റിറ്റി പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. ലിംഗപരമായുള്ള പ്രകടനങ്ങൾ ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. സമൂഹം അംഗീകരിച്ച രീതിയിൽ ഈ പ്രകടനങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് സ്വാഭാവികമാണെന്ന് തോന്നുന്നുണ്ട്. ലിംഗപരമായ റോളുകൾ സമൂഹം നിർമ്മിച്ചെടുക്കുന്നതാണ്. കാലാകാലങ്ങളിൽ ഈ റോളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ലിംഗപരമായ സ്റ്റീരിയോ ടൈപ്പുകൾ തകർക്കേണ്ടത് അത്യാവശ്യമാണ്. ലിംഗപരമായ പ്രകടനങ്ങൾ സ്ഥിരമല്ല, അവ മാറിക്കൊണ്ടിരിക്കുന്നു. ലിംഗപരമായ റോളുകൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ലിംഗപരമായ പ്രകടനങ്ങൾ ശക്തിയുടെ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പുരുഷാധിപത്യ സമൂഹത്തിൽ പുരുഷന്മാർക്ക് കൂടുതൽ ശക്തിയുണ്ട് എന്നുള്ള രീതിയിലാണ് വിശ്വസിക്കപ്പെടുന്നത്. ജെൻഡർ പെർഫോമൻസ് തിയറി ജെൻഡർ സ്റ്റീരിയോടൈപ്പുകളെയും ജെൻഡർ റോളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് ലിംഗപരമായ വൈവിധ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ദ ഡിവിഷൻ ഓഫ് ലേബർ ഈ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ്. പ്രീ പ്രോട്ടോ ചരിത്ര കാലഘട്ടത്തിൽ, അതായത് എഴുതപ്പെട്ട ചരിത്രത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തൊഴിൽ വിഭജനം പ്രധാനമായും ലിംഗപരമായ അടിസ്ഥാനത്തിലായിരുന്നു. പുരുഷന്മാർ വേട്ടയാടൽ, മീൻപിടുത്തം തുടങ്ങിയ കഠിനമായ ജോലികൾ ചെയ്തു. സ്ത്രീകൾ ഭക്ഷണം ശേഖരിക്കുക, കുട്ടികളെ പരിപാലിക്കുക, വീട്ടുജോലികൾ ചെയ്യുക എന്നിവ ചെയ്തു. ഈ കാലഘട്ടത്തിൽ കൃഷി ആരംഭിച്ചതോടുകൂടി സ്ത്രീകൾ കൃഷിയിലും പ്രധാന പങ്ക് വഹിച്ചു. വിത്തുകൾ നടുക, വിളവെടുക്കുക തുടങ്ങിയ ജോലികൾ സ്ത്രീകൾ ചെയ്തു. മൃഗങ്ങളെ വളർത്തുന്നതിലും സ്ത്രീകൾക്ക് പങ്കുണ്ടായിരുന്നു. തൊഴിൽ വിഭജനം ലിംഗപരമായ റോളുകളെ ശക്തിപ്പെടുത്തി. പുരുഷന്മാർക്ക് സമൂഹത്തിൽ കൂടുതൽ ശക്തിയും അധികാരവും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കുറഞ്ഞ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലെ തൊഴിൽ വിഭജനം അന്നത്തെ സമൂഹത്തിൻ്റെ സാമൂഹിക ഘടനയെയും സാമ്പത്തിക വ്യവസ്ഥയെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇത് ലിംഗപരമായ റോളുകളെക്കുറിച്ചും ശക്തിയുടെ ബന്ധങ്ങളെക്കുറിച്ചും സൂചനകൾ നൽകുന്നുണ്ട്. ഡിസ്കസ് ദ റൈറ്റ് ഓഫ് വുമൺ ഇൻ മാരേജ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വിവാഹത്തിലും പിന്തുടർച്ചാവകാശത്തിലും പരിമിതമായിട്ടുള്ള അവകാശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹം പ്രധാനമായും കുടുംബപരമായ ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു. സ്ത്രീകൾക്ക് വിവാഹത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. പിന്തുടർച്ചാവകാശത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കുറഞ്ഞ അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പുരുഷന്മാർക്ക് കൂടുതൽ സ്വത്തവകാശങ്ങളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ സ്വത്തിൽ പരിമിതമായ അവകാശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില പ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് ധനപരമായ അവകാശങ്ങളുണ്ടായിരുന്നു. ചില സ്ത്രീകൾക്ക് ഭൂമി കൈവശം വയ്ക്കാനും അത് കൈകാര്യം ചെയ്യാനും അവകാശമുണ്ടായിരുന്നു. എന്നാൽ ഈ അവകാശങ്ങൾ പരിമിതമായിരുന്നു. മധ്യകാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇന്നത്തെ സാമൂഹിക ഘടനയെയും സാമ്പത്തിക വ്യവസ്ഥയെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇത് ലിംഗപരമായ റോളുകളെക്കുറിച്ചും ശക്തിയുടെ ബന്ധങ്ങളെക്കുറിച്ചും സൂചനകൾ നൽകുന്നതാണ്. എക്സ്പ്ലെയിൻ ക്യൂർ തിയറി. ക്യൂർ തിയറി എന്നത് ലിംഗം, ലൈംഗികത എന്നിവയെക്കുറിച്ചുള്ള പരമ്പരാഗതമായ ധാരണകളെ വെല്ലുവിളിക്കുന്ന ഒരു വിമർശനാത്മക ചിന്താധാരയാണ്. ഇത് 1990കളിലെ ലെസ്ബിയൻ, ഗേ പഠനത്തിൽ നിന്നും സ്ത്രീ പഠനങ്ങളിൽ നിന്നും രൂപം കൊണ്ടതാണ്. ലളിതമായി പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുകയും അവയെ പൊളിച്ചെഴുതുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇതിൻ്റെ പ്രധാന ആശയങ്ങൾ ലിംഗവും ലൈംഗികതയും ജന്മനാ ലഭിക്കുന്നവയല്ല, മറിച്ച് സമൂഹം നിർമ്മിക്കുന്നവയാണെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നുണ്ട്. അതായത് പുരുഷൻ, സ്ത്രീ, വർഗാനുരാഗം, ഭിന്ന ലിംഗാനുരാഗം തുടങ്ങിയ കാര്യങ്ങൾ ഓരോ സമൂഹവും കാലഘട്ടവും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും.
ദ്വന്ദ്ങ്ങളെ ചോദ്യം ചെയ്യൽ, പുരുഷൻ, സ്ത്രീ, ഗേ, സ്ട്രെയിറ്റ് തുടങ്ങിയ ദ്വന്ദ്ങ്ങളെ ഈ സിദ്ധാന്തം എതിർക്കുന്നുണ്ട്. ലിംഗവും ലൈംഗികതയും ഒരു സ്പെക്ട്രം പോലെയാണെന്നും അതിൽ പലതരം വ്യക്തികൾ ഉൾപ്പെടുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഭിന്നലിംഗാനുരാഗവും സിസ്ജെൻഡർ വ്യക്തികളും സാധാരണമാണെന്നുള്ള ധാരണയെ ഈ സിദ്ധാന്തം ചോദ്യം ചെയ്യുന്നുണ്ട്. സാധാരണമല്ലാത്ത എല്ലാ ലൈംഗികതകളെയും ലിംഗവ്യതിയാനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണിത്. ലിംഗവും ലൈംഗികതയും അധികാര ബന്ധങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ സിദ്ധാന്തം പരിശോധിക്കുന്നുണ്ട്. സമൂഹത്തിലെ അധികാരഘടനകൾ എങ്ങനെ ചില ലൈംഗികതകളെയും ലിംഗവ്യതിയാനങ്ങളെയും അടിച്ചമർത്തുന്നുവെന്ന് ഇത് വിശകലനം ചെയ്യുന്നുണ്ട്. ക്യൂർ എന്നത് ഒരു തിരിച്ചറിയൽ ലേബലിനേക്കാൾ ഒരു വിമർശനാത്മക സമീപനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നിലവിലുള്ള സാമൂഹിക നിയമങ്ങളെ ചോദ്യം ചെയ്യാനും അവയെ പൊളിച്ചെഴുതാനും ഉപയോഗിക്കുന്നുണ്ട്. തീവ്ര ലൈംഗികതാ സിദ്ധാന്തം മറ്റ് സാമൂഹിക ഘടകങ്ങളായിട്ടുള്ള വംശം, വർഗം, ജാതി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു പുരുഷൻ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കുന്നതിനെ സമൂഹം സാധാരണമല്ലാത്ത ഒന്നായിട്ട് കാണുന്നുണ്ട്. എന്നാൽ തീവ്ര ലൈംഗികതാ സിദ്ധാന്തം ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നു. ലിംഗം എന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണെന്നും ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്വയം പ്രകടിപ്പിക്കാമെന്നും ഇത് വാദിക്കുന്നുണ്ട്. രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള പ്രണയത്തെ സമൂഹം അംഗീകരിക്കാൻ മടിക്കുന്നു. എന്നാൽ തീവ്ര ലൈംഗികതാ സിദ്ധാന്തം എല്ലാതരം ലൈംഗികതയെയും അംഗീകരിക്കുകയും അവയെ സാധാരണമല്ലാത്തവയായി തരംതിരിക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ തീവ്ര ലൈംഗികതാ സിദ്ധാന്തം ലൈംഗികതയെയും കുറിച്ചുള്ള പരമ്പരാഗതമായ ധാരണകളെ വെല്ലുവിളിക്കുകയും എല്ലാതരം വ്യക്തിത്വങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ചിന്താധാരയാണ്. ഹൗ ഫാർ കൊളോണിയൽ റൂൾ ഓഫ് ലോസ് ഹെൽപ്പ് ടു ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വുമൺ. കൊളോണിയൽ ഭരണകാലത്തെ നിയമങ്ങൾ സ്ത്രീകളുടെ പുരോഗതിക്ക് ഭാഗികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ നിയമങ്ങൾ പലപ്പോഴും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും സ്ത്രീകളുടെയും നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായിരുന്നു. കൊളോണിയൽ ഭരണകൂടം സ്വീകരിച്ച ചില നിയമങ്ങൾ, സതി നിരോധനം 1829 ആ നിയമം വന്നത്. വിധവകളെ ഭർത്താവിൻ്റെ ചിതയിൽ ദഹിപ്പിക്കുന്ന ക്രൂരമായ ആചാരമാണ് സതി. രാജാറാം മോഹൻ റോയിയെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ ശ്രമങ്ങളാണ് ഈ നിയമം പാസാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത്. വിധവാ പുനർവിവാഹ നിയമം 1856 വിധവകൾക്ക് പുനർവിവാഹം നടത്താനുള്ള അവകാശം ഈ നിയമം നൽകുന്നുണ്ട്. ഈ നിയമം സ്ത്രീകൾക്ക് കൂടുതൽ സാമൂഹിക സുരക്ഷ നൽകി. പ്രായസമ്മത നിയമം, ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട്. ഈ നിയമം ശൈശവ വിവാഹങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താനും ലൈംഗിക പീഡനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഈ നിയമം ലക്ഷ്യമിട്ടു. എന്നിരുന്നാലും കൊളോണിയൽ ഭരണകൂടം പലപ്പോഴും പരമ്പരാഗത സാമൂഹിക ഘടനകളിൽ ഇടപെടാൻ മടിച്ചിരുന്നു. അതിനാൽ ഈ നിയമങ്ങൾ പൂർണ്ണമായും ഫലപ്രദമായി നടപ്പാക്കാനോ സ്ത്രീകളുടെ സാമൂഹിക പദവികളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനോ കഴിഞ്ഞില്ല. കൂടാതെ ഈ നിയമങ്ങൾ പലപ്പോഴും ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് പ്രയോജനം ചെയ്തത്. കൊളോണിയൽ നിയമങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങളും തുല്യതയും ലഭിച്ചത്. എക്സാമിൻ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ആക്ട് 1986. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള നിയമം 1986 നിലവിൽ വന്നു. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന പരസ്യങ്ങൾ, പുസ്തകങ്ങൾ, സിനിമകൾ എന്നിവ നിരോധിച്ചിരിക്കുന്നു. ഈ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന പരസ്യങ്ങൾ, പുസ്തകങ്ങൾ, സിനിമകൾ എന്നിവ നിരോധിക്കുക. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നവരെ ശിക്ഷിക്കുക. ഈ നിയമം സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. ഈ നിയമം സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള സാമൂഹിക അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുന്നതാണ്. ഇത് സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന എല്ലാതരം ചിത്രീകരണങ്ങളെയും നിയമപരമായി നേരിടാൻ സഹായിക്കുന്നതാണ്. ഈ നിയമം സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട നിയമമാണ്. എന്നാൽ ഈ നിയമം പൂർണ്ണമായും ഫലപ്രദമല്ല. ഈ നിയമം കൂടുതൽ ശക്തമാകേണ്ടത് അത്യാവശ്യമാണ്. റൈറ്റ് എ നോട്ട് ഓൺ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1961. 1961 സ്ത്രീധന നിരോധന നിയമം. സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും തടയാൻ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണിത്. ഈ നിയമം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. നിയമം രൂപീകരിച്ചതിൻ്റെ പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പണ്ട് മുതലേ നിലനിന്നിരുന്ന ഒരു സാമൂഹിക തിന്മയായിരുന്നു സ്ത്രീധനം. വിവാഹ സമയത്ത് വധുവിൻ്റെ കുടുംബം വരനോ വരൻ്റെ കുടുംബത്തിനോ നൽകുന്ന പണവും സ്വർണവും മറ്റ് സമ്മാനങ്ങളുമാണിത്. കാലക്രമേണ ഇതൊരു സാമൂഹിക വിപത്തായിട്ട് മാറി. സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവായി. ഇത് സമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമായി. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കി. ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ്
സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും ഈ നിയമപ്രകാരം കുറ്റകരമാണ്. സ്ത്രീധനം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. സ്ത്രീധനം നൽകുന്നവർക്കും വാങ്ങുന്നവർക്കും നിയമത്തിൽ ശിക്ഷ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ നിയമം സ്ത്രീധനത്തിൻ്റെ ദുഷ്ഫലങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കാൻ ഈ നിയമം സഹായിക്കുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഏർലി ഇന്ത്യൻ സൊസൈറ്റീസ്. പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥ മോശമായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. സ്ത്രീകൾക്ക് മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അവകാശം കുറഞ്ഞു. മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പരിമിതമായ അവകാശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾക്ക് സ്വത്തവകാശം കുറഞ്ഞു. സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ പങ്കില്ലായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനും കലകളിൽ പങ്കെടുക്കാനും അവകാശമുണ്ടായിരുന്നു. ആദ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകളുടെ അവസ്ഥ കലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരുന്നു. ചില കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നപ്പോൾ മറ്റു ചില കാലഘട്ടങ്ങളിൽ സ്ത്രീകളിൽ ദുർബലരായിരുന്നു. പ്രാചീന ഇന്ത്യൻ സമൂഹങ്ങളിൽ സ്ത്രീകളുടെ സ്ഥാനം സങ്കീർണമായിരുന്നു. പല കാലഘട്ടങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും അവരുടെ പദവികളിൽ കാര്യമായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ചില കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനവും ബഹുമാനവും ലഭിച്ചിരുന്നെങ്കിലും മറ്റു ചിലപ്പോൾ അവർക്ക് പരിമിതമായ അവകാശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വേദകാലഘട്ടത്തിൽ, അതായത് 1500 BC മുതൽ 500 BC വരെയുള്ള കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിരുന്നു. ഗാർഗി, മൈത്രേയി തുടങ്ങിയ സ്ത്രീകൾ തത്വചിന്തയിലും വേദങ്ങളിലും അറിവുള്ളവരായിരുന്നു. സ്ത്രീകൾക്ക് സ്വയംവരം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മതപരമായ ചടങ്ങുകളിൽ പുരുഷന്മാരോടൊപ്പം പങ്കെടുക്കാൻ അനുവാദമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഗാർഗിയുടെയും യാജ്ഞവൽക്യൻ്റെയും തത്വചിന്താപരമായ സംവാദങ്ങൾ വേദങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവിയിൽ കുറവുണ്ടായി. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. സ്വയംവരത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണെന്നുള്ള ചിന്ത വളർന്നു വന്നു. മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ചില അവകാശങ്ങളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ അനുവാദമുണ്ടായിരുന്നു. ചില സ്ത്രീകൾ ഭരണരംഗത്ത് പങ്കാളികളായി. ഗുപ്ത കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി വീണ്ടും കുറഞ്ഞു. ബാലവിവാഹം, സതി തുടങ്ങിയ ആചാരങ്ങൾ നിലവിൽ വന്നു. സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണെന്നുള്ള ചിന്താഗതി ശക്തിപ്പെട്ടു. ഉദാഹരണത്തിന് ഗുപ്ത കാലഘട്ടത്തിലെ നാടകങ്ങളിലും സാഹിത്യങ്ങളിലും സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരാണെന്ന് കാണിക്കുന്നുണ്ട്. മധ്യകാലഘട്ടമായപ്പോഴേക്കും സ്ത്രീകളുടെ പദവി വളരെ താഴ്ന്ന നിലയിലെത്തി. ബാലവിവാഹം, സതി, വിധവാ വിവാഹം എന്നിവയെല്ലാം ആ കാലഘട്ടത്തിൽ നിലനിന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. ഉദാഹരണത്തിന് രജപുത്ര സ്ത്രീകൾ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായി ആത്മഹത്യ ചെയ്തിരുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാചീന ഇന്ത്യൻ സമൂഹങ്ങളിൽ സ്ത്രീകളുടെ സ്ഥാനം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു. ചില കാലഘട്ടങ്ങളിൽ അവർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചിരുന്നെങ്കിലും മിക്കപ്പോഴും അവർക്ക് പരിമിതമായ അവകാശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയാണ് നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്